പറയുന്നത് ഒരു സമ്മിൻ്റെ ലിസ്റ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ എൻ്റെ ലിസ്റ്റിന് മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പേരിട്ടിട്ട് ഞാൻ കുറച്ച് വാല്യൂസ് ഒരു അറേ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ 10, 20, 30, 40, 50 ഇതത്രയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടോട്ടൽ സം എത്രയായിരിക്കും? 1 plus 10 plus 20, 30, 30 plus 30, 60, 60 plus 40, 100, 100 plus 50, 150 എന്നായിരിക്കും ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ ഇത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ഡെഫ്, പിന്നെ നമ്മൾ എന്താ പറയുന്നത്, ഒരു ഫംഗ്ഷൻ ഒരു പേര് കൊടുത്തു, ലിസ്റ്റ് നം എന്ന് പറഞ്ഞിട്ട്, പിന്നെ നമ്പേഴ്സ് എന്നുള്ളത് ഇവിടെ കൊടുത്തു. ഓക്കെ, അപ്പം ഈ ഡെഫിൻ്റെ, അതായത് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഇത് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരെണ്ണം കഴിഞ്ഞിട്ട്, അതായത് ടാബ് കഴിഞ്ഞിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങൾ ടാബ് സെറ്റ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കൊടുത്തല്ലോ. ഇനി നമുക്ക് ഈ ഓരോ വാല്യൂ 10, 20, 30, 40, 50 ഈ ഓരോ വാല്യൂസ് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇറ്ററേഷൻസ് പെർഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യും, നം എന്ന് കൊടുക്കും. ഈ നം എന്നുള്ള വാല്യൂസ് ഒക്കെ നമ്മൾ നമ്പേഴ്സ്, ഈ നമ്പേഴ്സ് എന്നുള്ള ഈ പാരാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ വാല്യൂസ് ആയിരിക്കും ഈ പാരാമീറ്ററിൽ കിടക്കുക. ഓക്കെ, അപ്പോൾ ആ പാരാമീറ്റർ ഒക്കെ നമ്മൾ ഈ ഓരോ വാല്യൂസ് ഒക്കെ നമ്മൾ താഴെ ഇങ്ങനെ കൊടുക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ആ ലിസ്റ്റിലുള്ള ഓരോ വാല്യൂസ് ആയിരിക്കും നമ്പേഴ്സിൽ കിടക്കുക. അപ്പം ഞാനിവിടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഫോറിൻ്റെ സിൻടാക്സിൻ്റെ കോളം കൊടുത്തു. അതായത് ഈ നമ്പേഴ്സ് ചെയ്യുന്ന ഓരോ വാല്യൂ നം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് എടുക്കും ഫോർ ലൂപ്പിൻ്റെ. എന്നിട്ട് നമ്മളിവിടെ ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ പ്ലസ് 1, അല്ല, ടോട്ടൽ പ്ലസ് നം എന്നാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഈ ടോട്ടൽ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാൻ കാരണം എന്താണെന്ന് മനസ്സിലായോ? വളരെ സിമ്പിളാണ്, പക്ഷെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ടോട്ടൽ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാൻ കാരണം നമുക്കൊരു അഡീഷൻ ഓപ്പറേഷനെ പെർഫോം ചെയ്യണം, അല്ലേ? അപ്പോൾ ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ പ്ലസ് നം എന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഫസ്റ്റത് നമ്മൾ വാല്യൂ എടുക്കുകയാണെങ്കിൽ 0 പ്ലസ് ടോട്ടൽ നമ്മിൽ എത്ര ഇടണേ? 10 ഈക്വൽ ടു എത്രയാണ്? 10 ആണ് കിട്ടേണ്ടത്. ഇപ്പോൾ ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 1 ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിലോ, ഈ ടോട്ടലിൻ്റെ വാല്യൂ ടോട്ടൽ ഈക്വൽ ടു 1 ആ കൊടുത്തേക്കണേന്ന് നോക്കിയാൽ അപ്പോൾ എങ്ങനെ വരും? ടോട്ടൽ ഈക്വൽ ടു 1 പ്ലസ് നമ്മിൻ്റെ വാല്യൂ ഫസ്റ്റത്തെ എത്രയാണ്? 10. അപ്പോൾ എന്നാ 11 വരും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. ടോട്ടലിൽ 0 കൊടുത്താൽ മാത്രമല്ലേ ആ കറക്റ്റ് ആ ഫസ്റ്റത്തെ ഡിജിറ്റ് 10 തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ടോട്ടലിൻ്റെ വാല്യൂ 0 കൊടുത്ത് 1 കൊടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പം അത്രയും നമ്മൾ ചെയ്തു. ഇത്രയും മനസ്സിലായല്ലോ? അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും വരിക? അതായത് ഇപ്പോൾ ഇവിടെ ഞാൻ ടോട്ടൽ കണ്ടുപിടിച്ചു, ആ ടോട്ടൽ ഞാൻ റിട്ടേൺ ചെയ്യണം. എന്തിനാ ഈ റിട്ടേൺ കൊടുക്കുന്നത്? റിട്ടേൺ കൊടുക്കുന്നത് എന്താണ്? ഈ ടോട്ടൽ വാല്യൂ നമ്മൾ ഈ ഫംഗ്ഷൻ, അതായത് ഈ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പം ആ വാല്യൂസ് നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ റിട്ടേൺ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ റിട്ടേൺ കൊടുക്കും. ഈ വാല്യൂ ടോട്ടൽ കിട്ടുന്ന വാല്യൂ, അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് 150 ആണ് ആ ഒരു ലിസ്റ്റ് കൊടുത്താൽ കിട്ടുന്നത് നമുക്കറിയാം. അപ്പോൾ ആ വാല്യൂ നമുക്ക് 150 എന്നുള്ള വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ റിട്ടേൺ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ നമ്മുടെ എക്സാമ്പിൾ ആയിട്ടുള്ള ലിസ്റ്റ് എഴുതുവാണ്, ആ മൈ ലിസ്റ്റ്. ഓക്കെ, മൈ ലിസ്റ്റിനകത്ത് കൊടുത്തേക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? 10, 20, 30, 40, 50 എന്ന് പറഞ്ഞ് ഞാനിവിടെ കൊടുത്തു. ഓക്കെ, എന്നിട്ട് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലേക്ക് ഞാൻ
ഈ ലിസ്റ്റ്, അതായത് ലിസ്റ്റ് സം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷനാണ് അല്ലേ? ആ ഫംഗ്ഷനിലേക്ക് ഇവിടെയാണ് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ഫംഗ്ഷനിലേക്ക് ഈ മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ അറേ ഞാനിവിടെ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു കഴിയുമ്പം എന്താണ് ഈ മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഈ അറേ ഈ ലിസ്റ്റ് സമ്മിലെ പാരാമീറ്റർ ആയിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സിലേക്ക് എന്ത് കിട്ടും? ഈ ഓരോ വാല്യൂസ് വെച്ച് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വാല്യൂസ് പ്രിന്റ് ചെയ്യണം. ഓക്കെ, പ്രിന്റ് സം ഓഫ് ലിസ്റ്റ് ഈസ് എന്താ കൊടുക്കുക? ഈ റിസൾട്ട് എന്നും പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, ഇവിടെ ആക്ച്വലി നടക്കുന്ന ഞാൻ ഇപ്പോൾ പറയാവേ, നമുക്ക് റൺ ചെയ്ത് നോക്കിയാൽ ഓക്കെ ഇതേ കണ്ടോ, സം ഓഫ് ഇങ്ങനെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്നെ നോക്കാം കേട്ടോ. ദ സം ഓഫ് ഈ ലിസ്റ്റ്, ദ സം ഓഫ് ലിസ്റ്റ് ഈസ് സം ഓഫ് ലിസ്റ്റ്. അതായത് ഈ ഇപ്പൊ നമുക്ക് മനസ്സിലായോ? ഈ സ്റ്റെപ്പ് മനസ്സിലായോ? ഈ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ലിസ്റ്റ് സം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫംഗ്ഷന്റെ പേര്. ഈ ഫംഗ്ഷന്റെ പേരിൽ ഇവിടെ എന്താ എടുക്കുന്നത്? നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പേഴ്സ് എന്ന പാരാമീറ്ററിലേക്ക് നമുക്ക് വാല്യൂസ് വേണമല്ലോ. ആ വാല്യൂസ് കൊടുത്തിരിക്കുന്നതാണിത്. അതായത് ഈ മൈ ലിസ്റ്റ് എന്നുള്ളതിനകത്തു നിന്നാണ് ഇതിനകത്തേക്ക്, അതായത് ഈ ഫംഗ്ഷന്റെ ഈ പാരാമീറ്ററിലേക്ക് വാല്യൂസ് വരുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറേ ഉണ്ട്. ആ അറേയിലെ വാല്യൂസ് നമ്മൾ ഈ ഫംഗ്ഷനിലേക്ക് കൊടുത്തു. അതിവിടെ നമ്മൾ നമ്പേഴ്സ് എന്ന് വേറൊരു പേരാണ് കൊടുത്തേക്കുന്ന പാരാമീറ്ററിന്. അത് വെച്ചിട്ട് ഓരോ വാല്യൂ, അതായത് ഒരു അറേയിലല്ലേ, അപ്പോൾ ഓരോ വാല്യൂ എടുക്കാൻ വേണ്ടി നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തു. എന്നിട്ട് 10 എടുത്തു, 20 എടുത്തു, 13 എടുത്തു, 14 എടുത്തു, 15 എടുത്തു. അപ്പോൾ ഫസ്റ്റത്തെ ഐട്രേഷനിൽ ഏതായിരിക്കും വരിക? 10 എടുക്കും. അങ്ങനെ. അപ്പോൾ ഞാൻ മാം വേണമെങ്കിൽ ഒന്നുകൂടി അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിപ്പോൾ എങ്ങനെയാണ് അതായത് ഇത്രയും സ്റ്റെപ്പ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ പോരെ. ഈ ലിസ്റ്റ് കൊടുക്കുന്നത് ഈ ഫോർ ലൂപ്പിൽ വരുന്നത് എങ്ങനെയാണ് നമുക്കൊന്നുകൂടി ഞാനൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മിൽ നമ്മളിപ്പോൾ ഈ ലിസ്റ്റ് വെച്ചിട്ട് ഈ ഫസ്റ്റ് നോക്കല്ലേ, ഒരു പ്രോഗ്രാം എടുത്തു. അത് ഞാൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് തന്നെ എന്താണ് ഈ ലിസ്റ്റിൽ ഇപ്പോൾ ഏതൊക്കെയായിരിക്കും ഉള്ളത്? നമ്പേഴ്സിനകത്തുള്ളത് ഒരു അറേ ഉണ്ടാവും. ഓക്കെ, 1, 10, 20, 30, 40, 50 ഇത്രയും ഡേറ്റ ഉണ്ടാവും. ഓക്കെ, ഇത്രയും ഡേറ്റ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ ഈക്വൽ ടു 0 ആണ്. എന്നിട്ട് ഈ നമ്പേഴ്സിൽ നിന്ന് ഈ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഈ നമ്പേഴ്സിൽ ഇപ്പം എന്താ ഉള്ളത്? നമ്പേഴ്സിലുള്ള ഐറ്റംസ് എന്തായിരിക്കും? ഈ നമ്പേഴ്സിലുള്ളത് ഇതാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കാരണമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്പർ എടുക്കുകയാണ് നമ്മൾ. ഫസ്റ്റ് ഐട്രേഷനിൽ നമ്മിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 10 ആയിരിക്കും അല്ലേ? അപ്പം ടോട്ടലിൽ എത്രയാണ് കിടക്കുന്നത്? ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഈക്വൽ ടു ടോട്ടലിൽ എത്രയാണ് വാല്യൂ എടുക്കുന്നത്? നമ്മൾ 0 പ്ലസ് 10 കൊടുത്തു ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു വന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ ഇത് കൊടുത്തു, അതിൻ്റേത് കഴിഞ്ഞു, 10 എന്ന് വന്നു. അടുത്ത ഐട്രേഷൻ ഈക്വൽ ടു വാല്യൂ എത്രയായി? 20 ആയി. ഓക്കെ, അപ്പോൾ ടോട്ടലിൽ ഓൾറെഡി എത്രയാണ് വാല്യൂ ഉള്ളത്? ഇപ്പോൾ ടോട്ടലിൽ 0 ആണോ? അല്ല, 10 ആണുള്ളത്. അപ്പം 10 പ്ലസ് നമ്മിൽ വാല്യൂ എത്രയാണ്? 20. അപ്പോൾ എത്ര കിട്ടി? 30 കിട്ടി. ഇനി ഈക്വൽ ടു
30 വന്നു. ടോട്ടലിലെ വാല്യൂ എത്രയാ? ടോട്ടൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇക്വേഷൻ നോക്കി, ടോട്ടൽ പ്ലസ് നം. ടോട്ടലിൽ എത്രയാ കിടക്കുക? മേളിൽ 30. നം എത്രയാ വാല്യൂ? 30. എത്ര കിട്ടി? 60 കിട്ടി. ഇനി നം ഈക്വൽ ടു 40. ഓക്കെ, ടോട്ടൽ ഈക്വൽ ടു, ടോട്ടലിൽ എത്ര കിടക്കുക നോക്കി? 60 പ്ലസ് നം എത്രയാ? 40. എത്രയാ? 100 കിട്ടി. ഇനി നം ഈക്വൽ ടു 50. ഓക്കെ, ഇപ്പം ടോട്ടൽ നമുക്ക് നോക്കാം. ടോട്ടലിൽ എത്രയാ വാല്യൂ മേളിലുള്ളത്? 100. നം എത്രയാ ഉള്ളത്? 50. എത്രയാണ്? 150 എന്ന് പറഞ്ഞ് കിട്ടി. ഇപ്പം ഇതാണ് ഓരോ ഐട്രേഷനിൽ നടക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ റിട്ടേണിൽ എത്ര കൊടുത്തു? ലാസ്റ്റ് വരുന്ന വാല്യൂ എത്രയാണ്? ഇനി അടുത്ത് നം ഈക്വൽ ടു 50 എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, 50 വേരിയബിളിന് വാല്യൂ ഇല്ല. ഇവിടെ ലൂപ്പ് സ്റ്റോപ്പായി. ഇപ്പോൾ ടോട്ടലിൽ 150 എന്ന് എടുത്തു. ആ വാല്യൂ ഇവിടെ റിട്ടേൺ ചെയ്തു. ഓക്കെ, എന്നിട്ട് ആ വാല്യൂ ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്തു. ഈ മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലിസ്റ്റ് യൂസറിന് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.